ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. വീഡിയോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു ഫോറസ്റ്റ് ഉണ്ട്, ചെറിയൊരു തോടുണ്ട്, അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തണം. എന്തായാലും ഞാൻ കുറേ ദിവസമായി ഫോറസ്റ്റിലേക്കൊക്കെ പോയിട്ട്, അപ്പോൾ പോകുന്ന വഴി ആ വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാന്നുള്ള ഒരു ഇതിലെടുക്കുന്നതാണ്. കുറച്ച് ദിവസമായി ഞാനിപ്പോൾ 1-2 ആഴ്ച ആയിട്ടുണ്ടാവും ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഒരു അപ്ഡേഷനും കൂടെ ആവാന്നുള്ള ലെവലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ നാട്. ഇത് ചെറിയൊരു വെള്ളച്ചാട്ടത്തിലൂടെ നമ്മൾ അങ്ങനെ നടന്നങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തോട്ടിലേക്കാണ് എത്താട്ടോ. തോട് ഞാൻ ഫസ്റ്റ് നിങ്ങളെ ആദ്യം കാണിക്കാം, തോട് കാണിക്കാം, എന്നിട്ട് നമുക്ക് ഫോറസ്റ്റിലേക്ക് പോയിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ തോട്. നമ്മുടെ തോട് കാഴ്ചക്ക് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ പെറ്റോക്ക് ഡോറ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് വെള്ളം കണ്ടാൽ ഭയങ്കര ഭ്രാന്താണ്. ആള് ആരുടെയും പ്രഷറൊന്നും ഇല്ലാതെ തന്നെ ആള് തനിയെ ഇറങ്ങി കുളിക്കലും കാര്യങ്ങളൊക്കെയാണ്. പൊതുവെ ഈ ലാബ് ബ്രീഡുകൾക്കൊക്കെ വെള്ളത്തിൽ ഭയങ്കര, അതായത് അവരെപ്പോഴും വെള്ളമായിട്ട് ഭയങ്കര ടച്ചുള്ള ഒരു എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ തോട് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ളതാണ്. എനിക്കെന്നല്ല, എൻ്റെ കൂടെയുള്ള ഒരുപാട് ഞങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഞങ്ങളെ ചെറുപ്പം ഒരു മനോഹരമാക്കിയാൽ ഒരുപാട് പങ്ക് ഈ തോടിനുണ്ട്. കാരണം വെക്കേഷൻ ടൈമിലൊക്കെ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചാടുന്നത് ഇവിടേക്കായിരിക്കും. ഇവിടെ കുറച്ച് നേരം നീന്തിയിട്ടൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ. രാത്രിയാവും തിരിച്ച് വീട്ടിൽ കയറുമ്പോഴേക്കും. പക്ഷെ അന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റാമിനയും ഫിസിക്കൊക്കെ കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. കാരണം നീന്തല് കാര്യങ്ങളൊന്നായിട്ട് നമുക്ക് റെസ്റ്റ് ഇല്ല, ബോഡിയിൽ ഫാറ്റ് കയറുന്നില്ല എന്നുള്ള കുറെ കാര്യങ്ങൾ. അതിൻ്റെയൊക്കെ ഗുണം ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. നമുക്ക് അന്ന് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. എന്നാലും നമ്മൾ ആ ഒരു രസത്തില് പോയെങ്കിലും അത് ഇത്രയും വലിയൊരു സംഭവം പിന്നീടാണ് മനസ്സിലാവുന്നത്, ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ശരിക്കും ആ കാലൊക്കെ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട്. ഡോറ, ഇപ്പൊ ഈ മഴക്കാലമായിട്ട് കുറച്ചധികം വെള്ളം നല്ല വന്നതായിരുന്നു, ഒന്ന് കമ്മിയായിരിക്കാണ്. ഇതാണ് നമ്മുടെ ഫോറസ്റ്റിലേക്കുള്ള വഴി കേട്ടോ. ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ റബ്ബറാണ്. ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ഇവിടെ റബ്ബർ എന്ന് പറയുമ്പോൾ എല്ലാ വീട്ടിലും ഏകദേശം ആളുകൾക്ക് റബ്ബർ ഉണ്ട്. നമ്മുടെ ജീവിതമാർഗത്തിലെ ഒരു മെയിൻ ഘടകം തന്നെയാണ് റബ്ബർ ഇവിടെ. നമ്മൾ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തുന്നത് കൊളക്കാട്ടുകുറിശി എന്ന് പറഞ്ഞിട്ടൊരു റോഡിലേക്കാണ്. ഒരു ഇതിലേക്ക് ജംഗ്ഷനിലേക്ക് പോയിട്ടാണ് ജോയിൻ ആവുക കേട്ടോ. അതുവരെ ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്, മണ്ണിട്ടിട്ട് തന്നെയാണ്, മണ്ണ് റോഡ് തന്നെയാണ് കിടക്കുന്നത്. ഇതാണ് ഇവിടെ നിന്ന് പോകുന്ന വഴിക്കുള്ള ഫസ്റ്റ് കോറിയാണ്. ഇവിടെ അത്യാവശ്യം മീൻ വളർത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, അവിടെ ചെറിയ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഇളകിയതൊക്കെ മീനാണ് കേട്ടോ. എനിക്ക് നമ്മുടെ ഫോണിലെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് അത് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് വഴി. അത്യാവശ്യം ചെറിയ രീതിക്കുള്ള ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വഴി തന്നെയാണ് കേട്ടോ. നമുക്ക് കുറെ സമാധാനത്തിനും ഒക്കെ ഇവിടെ വരുന്നത് ഭയങ്കര രസമാണ്. ഈ പച്ചപ്പിനിടയിൽ ഒരു ശല്യം ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. കാരണം ആ കാടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ചെറിയ കിളികളുടെ ശബ്ദം, അവിടെയുള്ള കാടിൻ്റെതായിട്ടുള്ള കുറച്ച് ശബ്ദങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മാത്രമായിരിക്കും നമ്മളെ ചിന്തകളെ മുന്നോട്ട് നയിക്കുന്നത്. എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ കുറച്ചൊക്കെ ഒരു ഇതുണ്ട്. ആരെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് കുറച്ചിരിക്കണം തോന്നുന്നു വെച്ചാൽ, ഞാനൊക്കെ ഒരുപാട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലമാണത്. കാരണം മെന്റൽ പീസിന് ബെസ്റ്റാണ്. ഈ ഫോറസ്റ്റിൽ എന്ന് പറയുമ്പോൾ കൂടുതലും അക്വേഷ്യ മരങ്ങളാണ് കേട്ടോ. പിന്നെ മുള ഇത് അങ്ങനെയുള്ളതാണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ വന്യമൃഗങ്ങൾ എന്ന് പറയാൻ അങ്ങനെ അത്ര ഇതായിട്ടുള്ള വന്യമൃഗങ്ങളും കാര്യങ്ങളൊന്നുമില്ല. മലമ്പാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മലമ്പാമ്പിൻ്റെയൊക്കെ കൊടുന്നോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് പന്നികൾ പിന്നെ എല്ലായിടത്തും ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണല്ലോ, കാട്ടുപന്നി കാര്യങ്ങളൊക്കെ. ഉണ്ട്. പിന്നെ ഇടയിൽ കുറച്ച് കുറുക്കന്മാരെ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഇത് കൂടെ വരിവരിക്കായിട്ട് ഇങ്ങനെ കുറുക്കന്മാരൊക്കെ പോയിരുന്നു ഒരു ദിവസം വീടിൻ്റെ അത് കൂടെ. ഇതാണ് നമ്മുടെ ഫോറസ്റ്റിന്റെ ഒരു ഭാഗം.
ഇത് എന്നെ ഒരുപാട് ഇതായിട്ട് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാനൊന്നും അറിയില്ല കേട്ടോ. എന്താ പറയാ, ഇങ്ങനെ ഇതിന്റെ ഉള്ളില് കാട് ഇത് എന്ന് പറഞ്ഞിട്ട് പ്രകൃതിയുടെ അങ്ങനെ എന്ന് പറഞ്ഞിട്ടൊന്നും എനിക്കതിനെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ എനിക്കറിയില്ല. എന്നാലും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഇതൊന്ന് നിങ്ങളെ കാണിക്കണം, അത്രേ ഉള്ളൂ. ആ ഒരു പ്ലാനിൽ ചെയ്യുന്ന വീഡിയോ ആണ്. പിന്നെ കുറെ പേര് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോന്റെ ക്ലാരിറ്റിയുടെ കാര്യങ്ങളൊക്കെ. എനിക്ക് അറിയാം, കാരണം എന്താ വെച്ചാൽ ഞാൻ ഫോണിൽ എടുക്കുന്നതാണ്, ഫുള്ള് ഫോണിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ക്ലാരിറ്റിയിലാണെങ്കിലും ഒക്കെ ഇതാവുന്നുണ്ട്. ഞാൻ അത് പതിയെ പതിയെ എന്താ പറയാ തിരുത്തി ഒക്കെ ഒന്ന് കറക്റ്റാക്കി കൊണ്ടുവരാം. കാരണം ഇപ്പോൾ ഒരു അപ്ഗ്രേഡിങ് കാര്യങ്ങളൊന്നും പോസിബിൾ അല്ലാത്തൊരു ടൈമിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ട് വേണം വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് സെറ്റ് ചെയ്യാൻ. അതുപോലെ ഒരുപാട് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു, ഓരോന്നും നടക്കുന്നില്ല. ഒക്കെ ഒന്ന് സീറ്റിംഗ് ആക്കണം. പിന്നെ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, അത് കഴിഞ്ഞിട്ട് പോരെ പുറമെ ഉള്ളതൊക്കെ കാണാൻ എന്നുള്ള പോലെ തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയും ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളുന്നില്ല, ഇവിടെ എന്താ ഇപ്പൊ വെറും കുറെ പച്ചപ്പ് എന്നുള്ള ലെവലിക്ക് പറയാം. കാരണം ഞാൻ ഒരു വട്ടം മൂന്നാറ് കൊടൈക്കനാലൊക്കെ നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ വയസ്സായിട്ടുള്ള അവർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഇപ്പൊ ഇവിടെ കാണാനുള്ളത്, കുറെ തേയിലത്തോട്ടം എന്ത് കാണാൻ വേണ്ടിയിട്ടാണോ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ ഇതാണല്ലോ, താല്പര്യമാണ്. ഇപ്പൊ ചിലവർക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അവർ മനസ്സിൽ കാണുന്ന പോലെ ആയിരിക്കില്ല. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഇപ്പത്തെ എന്റെ മനസ്സിലുള്ള തിരുവനന്തപുരം അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ചിലവരുടെ മൂന്നാർ അങ്ങനെ ആയിരിക്കില്ല. എന്തോ ഭംഗി നോക്കിയ വെറും പച്ചപ്പ്, ഇടയിൽ കൂടെ ചെറിയ ചെറിയ കാട്ടിലുള്ള പൂക്കളും. ഇതാണ് മുളങ്കൂട്ടം. ഇവിടെയൊക്കെ വന്നിരുന്നാൽ തന്നെ ഒരുപാട് സമാധാനം കേട്ടോ. കാരണം ഇനിയിപ്പോ അഥവാ വെയിലുള്ളതാണെങ്കിൽ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ വെയിൽ കിട്ടുന്നത് തന്നെ യാദൃശ്യമാണ്. അത്ര ഹെവി ആയിട്ടൊന്നും കിട്ടില്ല, എന്നാലും അത്ര ഉണ്ടെങ്കിൽ കൂടെ ഇവിടെ വന്ന് നിൽക്കാം. ഇത് ഈ സ്ഥലം ഒന്നും അങ്ങനെ ഗൂഗിൾ മാപ്പിൽ കാര്യങ്ങളൊന്നും അവൈലബിൾ ആണോന്ന് എനിക്കറിയില്ല, ചെക്ക് ചെയ്തിട്ടില്ല. മേ ബി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഇവിടേക്ക് ഇപ്പൊ കുളക്കാട്ട് ഉൾസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലമാണ് ഇവിടെ കാണിക്കുന്നുണ്ടാവുക. സോ അത് കുറച്ചൊന്ന് ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഇതാണിത്. എല്ലാവരും ഇവിടെ വരുന്നവരാരെങ്കിലും ആരാണെങ്കിലും കൂടുതലായിട്ട് നമ്മൾ പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കോ കുപ്പികളോ കാര്യങ്ങളോ അങ്ങനെ കൊടുന്ന് ഇട്ടിട്ട് നമ്മുടെ ഇവിടെ നിന്ന് നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. കാരണം നമുക്ക് പല സ്ഥലങ്ങളും നമുക്ക് നല്ല രീതിക്കുള്ളതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്താ പാലക്കാടുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ആളുകൾ പോയിട്ട് സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ മുന്നേ അത്ര ട്രെൻഡിങ് ആയിരുന്നില്ല. പിന്നെ ഒരു ടൈമിൽ പെട്ടെന്ന് ട്രെൻഡിങ് ആയി, എല്ലാവരും ഇൻസ്റ്റയിൽ റീല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് അവിടെ പോയി ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ പോകുന്നത് പിന്നെയും നമുക്ക് അവിടെ പോകുമ്പോൾ ഭംഗി ഉണ്ടെങ്കിലല്ലേ നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ എല്ലാ ഏരിയ ഒന്ന് കീപ്പ് ചെയ്യാം, നന്നായിട്ട് ഗ്രീനറി ആയിട്ട് തന്നെയുള്ള ഏരിയ ഗ്രീനറി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാം. ആ പാറക്കല്ല് മേളിലൊക്കെ ഇരുന്നപ്പോൾ കിട്ടുന്നൊരു ഇതുണ്ടല്ലോ, നമുക്ക് കുറെ ആലോചിക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെയാണ്. ഒറ്റയ്ക്ക് ഇരിക്കാം. ഞാൻ പറഞ്ഞ പോലെ വലിയ ഒച്ചയും ബഹളമൊന്നുമില്ല, ആരുടെ ഇടയിൽ ആരും ബോധിപ്പിക്കണ്ട. നമുക്ക് നമ്മുടെ ചുറ്റും ഫോറസ്റ്റ്, അതായത് നമ്മുടെ ചുറ്റും പച്ചപ്പ് നിറഞ്ഞ കാട് മാത്രം, എന്റെ നടുവിൽ നമ്മൾ. കശുമാവാണത്.
അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് ഇവിടെ എന്തപ്പോ ഫോറസ്റ്റിനുള്ളിൽ ഇപ്പൊ ഇതൊക്കെ തന്നെ കാണിച്ചു തരാനുള്ളൂ. ഈ റോഡ് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഇത് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ, കാരണം കുറച്ച് പണി കഴിഞ്ഞ് വരുന്നുണ്ട് അവിടുന്ന്. അങ്ങനെ അങ്ങനെ ഒക്കെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഇത് കൂടെ പോകാൻ തുടങ്ങും. കുറച്ച് ഷോർട്ടാണ് ഈ വഴി, കുളക്കാട്ട് കൃഷി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പുലാപ്പറ്റെന്നൊക്കെ വരുമ്പോൾ ഷോർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്, വഴിയാണിത്. അപ്പൊ അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നെ ആയിക്കോട്ടെ എന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നോക്കട്ടോ. ഇങ്ങനെയുള്ള വീഡിയോസും പിന്നെ ട്രാവലിംഗ് വീഡിയോസൊക്കെ ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. അത് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു പ്രചോദനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ഞാൻ പറഞ്ഞ പോലെ മറ്റേ പുഴയുടെ അവിടെയുള്ള ആ വീഡിയോ എന്തായാലും ഞാൻ ചെയ്യും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ എനിക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എന്തൊക്കെയൊക്കെ ഇതെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചൊരു മോട്ടിവേഷൻ ആവും ചെയ്യാനും കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ ബൈ.